പല പ്രദേശങ്ങളിലും ഇന്ന് സ്ത്രീകൾ പെട്ടുപോയ ഒരു വലിയ ചൂഷണ വലയാണ്. തിരുവനന്തപുരം പാളയം പള്ളിയിലെ പഴയ ഇമാം അബ്ദുൽ ഖഫാർ മൗലവി അദ്ദേഹം ജീവൻ ടി വിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മൻസിൽ അൽ മഫാസ് എന്ന് പറയുന്ന ഒരു തരികിട പരിപാടി. ഈ പരിപാടി എന്താണ്? അദ്ദേഹത്തിന് ഏതോ ഒരു സൂഫി വരിയിൽ നിന്ന് കിട്ടിയ ഒരു മാർഗം, റസൂലോ സഹാബത്തോ പഠിപ്പിച്ചതല്ല, അദ്ദേഹത്തിന് തോന്നിയ ആ മാർഗം എന്താ? രോഗം വന്നാൽ, ബുദ്ധി വർദ്ധിക്കാൻ, എലിശല്യമുണ്ടായാൽ, പെരിച്ചായുടെ ശല്യമുണ്ടായാൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ ആളുകൾ വിളിച്ചു ചോദിക്കുക എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഇയാൾ പറയുകയാണെന്ത്? ഖുർആൻ ഓതിയ പിന്നെ ഒരു തകിട് അവിടെ കുഴിച്ചിട്ടോ, അല്ലെങ്കിൽ ഇത്ര ആയത്തുകൾ ഓതിയിട്ട് കുറച്ച് വെള്ളം അവിടെ ഒഴിച്ചോ ഇവിടെ ഒഴിച്ചോ, അതേപോലെ തന്നെ പിന്നെ അത് സൂര്യോദയത്തിന് മുമ്പ് കുട്ടിയെ കുടിപ്പിച്ചോ, ബുദ്ധി വർദ്ധിക്കാൻ ഇന്ന രൂപത്തിൽ ചെയ്തോ, 950 വട്ടം ഇന്നായത്തോദിക്കോ, 10800 വട്ടം ഇന്നായത്തോദിക്കോ, യാ അല്ലാ യാ ജലാൽ യാ റഹീം എന്നൊക്കെ പറഞ്ഞ ഇന്ന ഇത്ര വട്ടം ഓദിക്കോ. അങ്ങനെ തോന്നിയവനൊക്കെ തോന്നിയത് ഉണ്ടാക്കാൻ പറ്റിയ മതമാണോ ഇസ്ലാം? അല്ല. എന്നാ സഹോദരങ്ങളെ, അതിൽ പെട്ടുപോയവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ ചൂഷണം നിങ്ങളൊന്ന് കണ്ടോളൂ. അബ്ദുൽ ഖഫാർ മൗലവിയുടെ 2 ക്ലിപ്പും അതൊന്ന് രണ്ടും ഇട്ടുകൊടുക്കും. അടുത്തത് പഠനവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് വായിക്കാം. ചാലക്കുടിയിൽ നിന്നും ഐഷ ഇസ്മായിൽ ചോദിച്ചിരിക്കുന്നു, മകൾക്ക് പഠനത്തിൽ ഉത്സാഹമുണ്ടാകുവാനും ഉന്നത വിജയം ലഭിക്കാനുമുള്ള പ്രാർത്ഥന അറിയിച്ചു തരുവാൻ സവിനയം അപേക്ഷിക്കുന്നു. ഇതേ ചോദ്യം തന്നെ പനമരത്തു നിന്നും റുക്സാന, കാലടിയിൽ നിന്നും സാബിറ റഹ്മാൻ, കടയ്ക്കിൽ നിന്നും ഷെരീഫുദ്ദീൻ, കൊട്ടാരിക്കരയിൽ നിന്നും സബീന, മുതിരമനിൽ നിന്നും സൈനബ എന്നിവർ അയച്ചിരിക്കുന്നു. കുട്ടികൾ പഠിക്കാൻ, പ്രത്യേകിച്ചും അടുത്ത മാർച്ച് എക്സാമൊക്കെ വരികയാണ്, കുട്ടികൾ പഠിക്കാനും ഓർമ്മശക്തിയുമായി ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഈ ഫെബ്രുവരി വരെ വന്നിരിക്കുന്ന എല്ലാ കത്തുകൾക്കുമുള്ള മറുപടിയാണ്. ഇനി മറ്റ് കത്തുകൾക്ക് മറുപടി ഉണ്ടാവില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. സൂറത്തുർ റഹ്മാൻ 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ. അർ റഹ്മാൻ 1 മുതൽ 5 വരെ. സൂറത്തുൽ ഖിയാമ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഈ സൂറത്തിലെ 17, 18, 19 ഈ 3 ആയത്തുകൾ, 17, 18, 19 ഇവ രണ്ടും 3 തവണ വീതം രാവിലെയും വൈകിട്ടും ഓതുക. കുട്ടികളും കുട്ടികളുടെ മാതാപിതാക്കളും ഓതുക. മറ്റൊന്ന് സൂറത്തുൽ ബുറൂജ്, വസ്സമാഇദാത്തുൽ ബുറൂജ്, ഈ അധ്യായത്തിലെ 21, 22 ആയത്തുകൾ ഒരു പാത്രത്തിലെഴുതി സംസം വെള്ളം കൊണ്ട് മായ്ച്ച് കുടിക്കുക, കുട്ടിയെ കുടിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇവ 3ഉം പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും മനഃപ്പാഠമാകും, പഠനത്തിൽ നല്ല ഉത്സാഹവും അഭിവൃദ്ധിയും ഉണ്ടാകും. അള്ളാഹു നമ്മുടെ പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് അൽ മഫാസിൻ്റെ എല്ലാ പ്രവർത്തകരും ആത്മാർത്ഥമായി ദുആ ചെയ്യും. അതൊരു മുസ്ലിമിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഇൽമും തന്നെയാണ്. പക്ഷെ അതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹം പഠിപ്പിച്ച രൂപങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വകയായി ഇസ്ലാമിൽ ഉണ്ടാക്കിയതാണ്. സഹോദരങ്ങളെ, ഉടച്ചു വാർക്കപ്പെട്ട മഹത്തായ ദർശനമാണ് ഇസ്ലാം. 53-ാം അധ്യായം സൂറത്തുൽ നജ്മ് 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ അതിൻ്റെ ആധികാരികത വ്യക്തമാക്കി തരുന്നു. അതിൻ്റെ അവസാനത്തിൽ എന്താ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീൻ യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതൊരു കാര്യവും പറയുന്നത്. ഉറങ്ങാൻ കിടക്കുന്ന ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആമൻതു ബി കിതാബിക്കല്ലദി അൻസൽത വബി നബിയിക്കല്ലദി അർസൽത എന്ന് പറയേണ്ടിടത്ത് സ്വഹാബി ആമൻതു ബി കിതാബിക്കല്ലദി അൻസൽത വബി റസൂലിക്കല്ലദി അർസൽത എന്ന് പറഞ്ഞുപോയി. പഠിച്ചത് അങ്ങനെ ആയിപ്പോയി. നബീക്ക എന്നോർത്ത് റസൂലിക്ക, സാരല്ല, ഒരു പദം മാറിയതിലുള്ളൂ, ആശയത്തിലൊക്കെ എത്രയോ വിശാലതയുള്ളത് നബിയേക്കാൾ റസൂൽ എന്നതിന് ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിടിയല്ല. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് ആമൻതു ബി കിതാബിക്കല്ലദി അൻസൽത വബി നബിയിക്കല്ലദി അർസൽത. അവിടെ സ്വഹാബി റസൂലിക്ക എന്ന് പറഞ്ഞപ്പോൾ തിരുത്തിയില്ല, വബി നബിയിക്കല്ലദി അർസൽത. കാരണം എന്താ? പ്രവാചകന് ഇഷ്ടപ്രകാരം കൂട്ടാൻ പറ്റില്ല. അത്ര പവിത്രമായ മതത്തിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇയാൾ ഡോക്ടർമാരൊക്കെ പഠിച്ച് പ്രയത്നിച്ച് ഡിഗ്രി എടുത്ത് രോഗിയുടെ രോഗം പരിശോധിച്ച് മരുന്ന് കൊടുക്കുകയാണ്. ഇയാൾക്കതൊന്നും അറിയില്ല. പാളയംപള്ളി വിട്ടപ്പോൾ പിന്നെ ഒരു പുതിയ ഗ്രിപ്പ് എന്നുള്ള നിലക്ക് ഒരു ചാനലിനൊക്കെ പൈസ കൊടുത്തിരുന്ന് ഒരു പെമ്പിള്ളനൊക്കെ വെച്ച് ഉഷാറായിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. എന്നിട്ടോ 1 വീതം 3 നേരം ചുടുവെള്ളത്തിൽ കലക്കിയിട്ട് ഭക്ഷണത്തിന് മുമ്പ് ശേഷം എന്നൊക്കെ പറഞ്ഞ് ഹോമിയോക്കാരനും അതുപോലെ ഇംഗ്ലീഷുകാരനൊക്കെ ഗുളിക കൊടുക്കുന്ന പോലെ ഖുർആനിൻ്റെയും റസൂലുള്ളാഹിൻ്റെ വചനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അസ്മാകളൊക്കെ ഇയാൾക്ക് തോന്നിയ രൂപത്തിൽ കലക്കി കൊടുക്കുക. നോക്കൂ നിങ്ങൾ, ഈ പുസ്തകത്തിൽ ശത്രുക്കളുടെ ചെറിയ ശല്യം ഏൽക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? യാ സലാമു യാ മുഅ്മിനു എന്ന് ദുഹറിന് ഇശാക്കു ശേഷം 36 തവണ ഓതി ദുആ ചെയ്യുക. അതേപോലെ തന്നെ സഹോദരങ്ങളെ, പിന്നെ പറയുകയാണെന്ത്? എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് 8 വർഷമായി നാട്ടിൽ
എന്നാൽ യാതൊരു ചിന്തയുമില്ല, അദ്ദേഹത്തിന് വീട്ടിൽ മടങ്ങിയെത്താനുള്ള ദുആ പറഞ്ഞു തരണം. വ്യാഴാഴ്ച അസറിന് ശേഷം വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പായി 1000 ഫാത്തിഹ ഓതി ദുആ ചെയ്യുക. ഞായറാഴ്ച ഉച്ചക്ക് 999 ബാറ്റൻ്റെ കണക്ക് പോലെ ഇഖ്ലാസ് ഓതി ദുആ ചെയ്യുക. ഇത് രണ്ടും വുളൂവിന് കൂടി നിർവഹിക്കണം. അവ ആ ദിവസങ്ങളിൽ സസ്യാഹാരം കഴിച്ചാൽ മതി, ഉത്തമം. ഭയങ്കര വിജ്ഞാനമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഈ വിജ്ഞാനം കിട്ടാത്തതുകൊണ്ട് എത്ര കാലം കരഞ്ഞ് കണ്ണ് കലങ്ങിപ്പോയി. അങ്ങനെ ഒരു വിജ്ഞാനം ഉണ്ടെങ്കിൽ എത്ര സുഖ അല്ലേ സഹോദരങ്ങളെ. പ്രസവം എളുപ്പമാകാൻ, ഗർഭം അലസി പോകാതിരിക്കാൻ എന്തു ചെയ്യണം? ഇശാക്ക് ശേഷം ഒരു തവണ സൂറത്ത് ത്വാരിഖിലെ 4, 5, 6 ആയത്തുകൾ ഓതുക. സൂറത്ത് ഇൻഷിഖാക്ക് എല്ലാ ദിവസവും ഒരു തവണ ഓതുക. ഇങ്ങനെയാണ് ഇവരുടെ പ്രതിവിധി. വേറെ ചില ആളുകളോ അത് ഖുർആൻ വെള്ളത്തിൽ ഓതി കലക്കി കൊടുത്ത് പിഞ്ഞാണത്തിലാക്കി കുടിപ്പിക്കുക. ഇങ്ങനെയുള്ള അനവധി പ്രമാണവിരുദ്ധമായ ചികിത്സകൾ സഹോദരങ്ങളെ ഈ ഉമ്മത്തിൽ നിന്ന് എടുത്തു മാറ്റുവാൻ പ്രമാണത്തിന്റെ പിൻബലത്തിൽ വന്നവരാ മുജാഹിദുകൾ. എന്നാൽ റസൂലുള്ള ദുആ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, മന്ത്രിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, സഹാബത്ത് മന്ത്രിച്ചിട്ടുണ്ട്, മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും ഇസ്ലാം എതിരല്ല, മുജാഹിദുകൾ എതിരല്ല. പക്ഷേ പ്രത്യേക എണ്ണം നിശ്ചയിച്ച് വണ്ണം നിശ്ചയിച്ച് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. അതിന് പിൻബലം വേണം. ഇയാളുടെ പിൻബലത്തിൻ്റെ കോലന്തരങ്ങൾ ഈ പുസ്തകം ബുദ്ധിയുള്ളവർ വായിച്ചാൽ ഈ ചാനൽ കേട്ടാൽ മനസ്സിലാവും. മുഴുവൻ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സമയമല്ല, ഒരു മുഖദ്ദിമ ഞാൻ വായിച്ചുതരാം, കേട്ടോളെ. ഉത്തർപ്രദേശിലെ സഹാറംപൂരിയിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനും ഷെയ്ഖുൽ ഹദീസുമായ മൗലാന സക്കരിയ റഹ്മത്തുള്ള അവറുകൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മഹാന്മാരും മശായിഖുമാരും അനുഷ്ഠിച്ചു പോകുന്നതും ഫലസിദ്ധി അനുഭവിച്ചറിഞ്ഞതുമായ വചനങ്ങളാണിത്. അപ്പോൾ അള്ളാഹും റസൂലും ഉപയോഗിച്ച് ഫലസിദ്ധി അറിഞ്ഞത് എന്നല്ല, ഇമാം ബുഖാരിയുടെ മുസ്ലിമിൻ്റെ പിന്തുണയുള്ളതല്ല. ഉത്തർപ്രദേശിലെ സൂഫി വര്യനായ ഈ സക്കരിയായുടെ ഈ ചികിത്സാ രീതി ഇത് ആർക്ക് വേണം സഹോദരങ്ങളെ? അതുകൊണ്ട് ഈ ചൂഷണ വലയത്തിൽ കുടുങ്ങിയവർ ചിന്തിക്കുക. ഇതിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്, വ്യാജന്മാർ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഈ പുസ്തകം കൈപ്പറ്റുമ്പോൾ എൻ്റെ ഒപ്പുള്ള പുസ്തകം തന്നെ കൈപ്പറ്റണം. ഇയാളത് മാത്രം ഒറിജിനൽ. എന്നാൽ ഒരാൾ പറയാണ് ഉത്തർപ്രദേശിലെ ഈ സഹാറംപൂരിയിലെ ഈ സക്കരിയ എന്ന ഇയാളിൽ നിന്ന് ഫലസിദ്ധി ലഭിച്ചതാണ് ഞങ്ങളുടെ കുടുംബത്തിന് എന്ന് പറഞ്ഞിട്ട് ഇതേ രൂപത്തിൽ വേറെ രൂപത്തിലുണ്ടാക്കിയ ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, അത് ഒറിജിനലാണെന്ന് വേർതിരിച്ചറിയാൻ ഇയാൾക്ക് പ്രത്യേകമായ പട്ടയം കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാക്കുക, വ്യത്യസ്തത ഉണ്ടാക്കുക. എല്ലാവരും ജാറ കച്ചവടവും മുടിക്കച്ചവടവും പല കച്ചവടം തുടങ്ങുമ്പോൾ ഏതായാലും നമുക്കൊരു കച്ചവടം തുടങ്ങിക്കളയാം എന്നതിലപ്പുറം ഇതിന് ഒരു പിൻബലവുമില്ല. ഈ അന്ധവിശ്വാസത്തിൻ്റെ മാറാപ്പിൽ നിന്ന് മുക്തമാകാൻ നമ്മൾ ശ്രമിക്കണം. അനവധി സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കൊണ്ട് കളിക്കുന്നു പുരോഹിതന്മാർ.